അങ്ങനെ കണ്ണനോട് കളിയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേട്ടതാ മീൻ വണ്ടി വന്നത്. അങ്ങനെ കുറച്ച് അയിലയൊക്കെ വാങ്ങി വെട്ടി വൃത്തിയാക്കിയ ശേഷം കറി വെക്കാനും വറുക്കാനും ബർഫിക്കും ഉള്ളതും ഒക്കെ പ്രത്യേകം മാറ്റിയിട്ട് ആദ്യം ഒരു കുളി കഴിഞ്ഞ കാരണം പിന്നെയും പോയി ഒന്ന് മേലൊക്കെ കഴുകി വന്നേ. പിന്നെ ഈ സൈഡൊരു കറി വെക്കാൻ പറഞ്ഞുതരാവേ. ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും കൂടി ചട്ടിയിലിട്ട് 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നല്ല കുടംപുളി വേവിച്ച വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ പാകത്തിനുള്ള വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് നല്ലോണം തിളപ്പിക്കാനായിട്ട് വെക്കാവേ. ആ സമയം കൊണ്ടേ കുറച്ച് തേങ്ങ എടുത്ത് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ നല്ല തിളച്ചിട്ടുണ്ടാവും. അതിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ പാലക്കാടുകാർ പറയും പോലെ നല്ല ഗുമ്മാന്ന് തിളയ്ക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് തക്കാളിയും കറിവേപ്പിലയും പിന്നെ മീനും ഒക്കെ അങ്ങ് പെറുക്കിയിട്ട് ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ടാവേ. പിന്നെ ആ കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ കഥയില്ലേ, അത് ഞാൻ വഴിയെ പറയാവേ. ചൂടെണ്ണയിലോട്ടെ കാന്താരി ഇടുമ്പോൾ അടച്ചു വെച്ചില്ലെങ്കിലേ സത്യമായിട്ടും വിവരം അറിയും കേട്ടോ. പിന്നെ മറ്റേ സാധനത്തിന്റെ കഥ, ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോഴേ ഏതൊരു വീടിന്റെ വെയിലിൽ നിന്നേട്ടാ. അങ്ങനെ മീനും ഒക്കെ വറുത്ത് തോരനൊക്കെ വെച്ച് ഞാൻ ചോറ് കഴിച്ചു. അപ്പം ഇന്ന് അത്ര ബൈ ബൈ.